വെൽക്കം ടു മാസ്റ്റർ ഡയറക്ടേഴ്സ് ഷോ. ലൈംഗിക ആരോപണങ്ങളും വിവാദങ്ങളും വുഡി അലൻ എന്ന മഹാനായ സംവിധായകന്റെ പൊതുചിത്രത്തെ മങ്ങലേൽപ്പിച്ചെങ്കിലും സിനിമാ ചരിത്രത്തിൽ അദ്ദേഹം സൃഷ്ടിച്ച സ്വാധീനം അവഗണിക്കാൻ കഴിയില്ല. വുഡി അലൻ എന്ന പേര് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് ബുദ്ധിപരമായ സംഭാഷണങ്ങളും ന്യൂയോർക്ക് നഗരത്തിന്റെ പശ്ചാത്തലവും ജീവിതത്തിന്റെ അർത്ഥത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളുമാണ്. 1950കളിൽ ടെലിവിഷൻ കോമഡി പരിപാടികൾക്ക് തമാശകൾ എഴുതിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ കരിയർ ആരംഭിക്കുന്നത്. പിന്നീട് സ്റ്റാൻഡപ്പ് കോമഡി രംഗത്ത് ശ്രദ്ധ നേടിയ അദ്ദേഹം തന്റെ നർമ്മത്തിൽ ന്യൂറോട്ടിക് സ്വഭാവവും ആത്മപരിഹാസവും ബുദ്ധിജീവിതത്വവും സമർത്ഥമായി ചാലിച്ചു ചേർത്തു. പിന്നീട് ഇതേ ശൈലിയാണ് അദ്ദേഹത്തിന്റെ സിനിമകളുടെ മുഖമുദ്രയായത്. 1969ൽ പുറത്തിറങ്ങിയ ടേക്ക് ദ മണി ആൻഡ് റൺ ആയിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ പ്രധാന സംവിധാന ശ്രമങ്ങളിൽ ഒന്ന്. വ്യാജ ഡോക്യുമെന്ററി ശൈലിയിൽ ഒരുക്കിയ ഈ ചിത്രം അദ്ദേഹത്തിന്റെ വ്യത്യസ്തമായ ഹാസ്യബോധം ലോകത്തിന് പരിചയപ്പെടുത്തി. തുടർന്നു വന്ന ബനാനാസ്, സ്ലീപ്പർ, ലവ് ആൻഡ് ഡെത്ത് തുടങ്ങിയ ചിത്രങ്ങൾ അദ്ദേഹത്തെ അമേരിക്കയിലെ ഏറ്റവും ശ്രദ്ധേയനായ കോമഡി സംവിധായകരിൽ ഒരാളാക്കി മാറ്റി. എന്നാൽ 1977ൽ പുറത്തിറങ്ങിയ ആനി ഹാൾ ആയിരുന്നു അദ്ദേഹത്തിന്റെ കരിയറിലെ നിർണായക വഴിത്തിരിവ്. ഒരു കാലത്ത് ഹോളിവുഡിൽ പ്രണയ ചിത്രങ്ങൾ ഒരു നിശ്ചിത ഫോർമുലയിലായിരുന്നു നിർമ്മിക്കപ്പെട്ടിരുന്നത്. എന്നാൽ ആനി ഹാൾ ആ രീതിയെ തകർത്തു. കഥ പറയുന്ന രീതിയിലും കഥാപാത്ര നിർമ്മാണത്തിലും സംഭാഷണങ്ങളിലുമെല്ലാം പുതുമ നിറഞ്ഞ ആ ചിത്രം മികച്ച ചിത്രത്തിനുള്ള ഓസ്കാർ ഉൾപ്പെടെ 4 അക്കാദമി അവാർഡുകൾ നേടി. തുടർന്ന് പുറത്തിറങ്ങിയ മാൻഹട്ടൻ പല നിരൂപകരുടെയും കണക്കിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും മനോഹരമായ ചിത്രമാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ചിത്രീകരിച്ച ന്യൂയോർക്ക് നഗരത്തിന്റെ ദൃശ്യങ്ങൾ ഇന്നും സിനിമാ വിദ്യാർത്ഥികൾക്ക് പഠന വസ്തുവാണ്. 1980കളിൽ വുഡി അലൻ കൂടുതൽ ഗൗരവമേറിയ വിഷയങ്ങളിലേക്ക് തിരിഞ്ഞു. അദ്ദേഹത്തെ ഏറെ സ്വാധീനിച്ച സംവിധായകൻ ഇൻഗ്മാർ ബർഗ്മാന്റെ സിനിമകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് മനുഷ്യന്റെ ഏകാന്തത, കുറ്റബോധം, വിശ്വാസം, മരണം തുടങ്ങിയ വിഷയങ്ങൾ അദ്ദേഹം പരിശോധിച്ചു. ദ പർപ്പിൾ റോസ് ഓഫ് കൈറോ എന്ന ചിത്രം സിനിമയുടെ മാന്ത്രികതയെക്കുറിച്ചുള്ള ഒരു പ്രണയലേഖനം പോലെയായിരുന്നു. സിനിമയിലെ കഥാപാത്രം തിരശ്ശീലയ്ക്ക് പുറത്തേക്ക് ഇറങ്ങി വരുന്ന അതിന്റെ ആശയം ഇന്നും അതുല്യമായി കണക്കാക്കപ്പെടുന്നു. 1986ൽ പുറത്തിറങ്ങിയ ഹന്ന ആൻഡ് ഹർ സിസ്റ്റേഴ്സ് അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച രചനകളിൽ ഒന്നായി വിലയിരുത്തപ്പെടുന്നു. കുടുംബ ബന്ധങ്ങളും പ്രണയവും ജീവിതത്തിന്റെ അർത്ഥവും അന്വേഷിച്ച ഈ ചിത്രം നിരവധി പുരസ്കാരങ്ങൾ നേടി. 1989ലെ ക്രൈംസ് ആൻഡ് മിസ്ഡിമിനേഴ്സ് പല നിരൂപകരുടെ അഭിപ്രായത്തിൽ അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസാണ്. ചിത്രത്തിലെ പ്രധാന കഥാപാത്രം ജൂഡ റോസന്താൽ എന്ന പ്രശസ്ത നേത്രരോഗ വിദഗ്ധനാണ്. അദ്ദേഹത്തിന് വർഷങ്ങളായി ഡൊളാറസ് എന്ന സ്ത്രീയുമായി രഹസ്യബന്ധമുണ്ട്. കാലക്രമേണ ജൂഡയുടെ ഭാര്യയോട് എല്ലാം വെളിപ്പെടുത്തുമെന്ന് ഡൊളാറസ് ഭീഷണിപ്പെടുത്തുന്നു. ജൂഡയ്ക്ക് തന്റെ കുടുംബവും സാമൂഹിക സ്ഥാനവും നഷ്ടപ്പെടുമെന്ന ഭയമുണ്ടാകുന്നു. ആദ്യം പ്രശ്നം സമാധാനപരമായി പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഡൊളാറസ് പിന്മാറുന്നില്ല. അവസാനം അദ്ദേഹം തന്റെ കുറ്റവാളി സ്വഭാവമുള്ള സഹോദരനോട് സഹായം തേടുകയും നിവൃത്തിയില്ലാതെ അവർ ഡൊളാറസിനെ വധിക്കുകയും ചെയ്യുന്നു. തുടർന്ന് സിനിമ ഒരു അന്വേഷണ കഥയായി മാറുന്നില്ല. പോലീസ് കുറ്റവാളിയെ പിടിക്കുമോ എന്നതല്ല കഥയുടെ പ്രധാന വിഷയം. പകരം ജൂഡയുടെ മനസ്സിലുണ്ടാകുന്ന സംഘർഷമാണ് ചിത്രം പരിശോധിക്കുന്നത്. ആദ്യ ദിവസങ്ങളിൽ അദ്ദേഹം ഭയത്തിലും കുറ്റബോധത്തിലും തകർന്നു പോകുന്നു. ബാല്യകാല മതവിശ്വാസങ്ങളിലും ധാർമ്മിക പാഠങ്ങളിലും മനസ്സിൽ ഉയർന്നു വരുന്നു. ദൈവം കാണുന്നില്ലേ? ഞാൻ ചെയ്തതിന് ശിക്ഷ കിട്ടുമോ? സത്യം ഒരിക്കലെങ്കിലും പുറത്തു വരുമോ? ഇത്തരം ചോദ്യങ്ങൾ അദ്ദേഹത്തെ വേട്ടയാടുന്നു. എന്നാൽ സമയം കടന്നു പോകുമ്പോൾ ഒന്നും സംഭവിക്കുന്നില്ല. പോലീസ് അദ്ദേഹത്തെ കണ്ടെത്തുന്നില്ല. സമൂഹം അദ്ദേഹത്തെ ബഹുമാനിക്കുന്നത് തുടരുന്നു. കുടുംബജീവിതം പഴയതുപോലെ മുന്നോട്ട് പോകുന്നു. അദ്ദേഹത്തിന്റെ കുറ്റബോധം പതിയെ മങ്ങിത്തുടങ്ങുന്നു. അവസാനം അദ്ദേഹം സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങുന്നു. ചിത്രത്തിൽ വുഡി അലൻ അവതരിപ്പിക്കുന്ന ക്ലിഫ് സ്റ്റേൺ എന്ന ഡോക്യുമെന്ററി സംവിധായകന്റെ കഥയും സമാന്തരമായി പോകുന്നു. ജൂഡ സമ്പന്നനും വിജയിയുമാണെങ്കിൽ ക്ലിഫ് സത്യസന്ധനും എന്നാൽ പരാജിതനുമാണ്. അവൻ സത്യത്തിന്റെയും ധാർമ്മികതയുടെയും പക്ഷത്താണ്. എന്നാൽ ജീവിതത്തിൽ അവനാണ് കൂടുതൽ നഷ്ടങ്ങൾ സംഭവിക്കുന്നത്. ഇത് ജൂഡയുടെ കഥയോടെ ഒരു ശക്തമായ വൈരുദ്ധ്യം സൃഷ്ടിക്കുന്നു. പല നിരൂപകരും ഈ ചിത്രത്തെ വുഡി അലന്റെ ഏറ്റവും പക്വമായ സൃഷ്ടിയായി കാണുന്നു. കാരണം ഇത് ഒരു കൊലപാതക കഥയേക്കാൾ കൂടുതലായി കുറ്റബോധത്തെക്കുറിച്ചുള്ള പഠനം, മതവിശ്വാസവും ധാർമ്മികതയും തമ്മിലുള്ള സംഘർഷം, ദൈവമില്ലാത്ത ലോകത്തിലെ നീതി, മനുഷ്യ മനസ്സിന്റെ സ്വയം ന്യായീകരണ ശേഷി ഇവയെല്ലാം അന്വേഷിക്കുന്ന ഒരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് റിലീസായി പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ക്രൈംസ് ആൻഡ് മിസ്ഡിമിനേഴ്സ് ലോക സിനിമയിലെ ഏറ്റവും മികച്ച ധാർമ്മിക തത്വചിന്താപരമായ ചിത്രങ്ങളിൽ ഒന്നായി പലരും വിലയിരുത്തുന്നു. 1990കളിൽ അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിത വിവാദങ്ങൾ വാർത്തകളിൽ നിറഞ്ഞു നിന്നെങ്കിലും സിനിമാ നിർമ്മാണം അദ്ദേഹം നിർത്തിയില്ല. ഏകദേശം എല്ലാ വർഷവും ഒരു പുതിയ ചിത്രം പുറത്തിറക്കിയിരുന്നു. 2005ൽ പുറത്തിറങ്ങിയ മാച്ച് പോയിന്റ് അദ്ദേഹത്തിന്റെ കരിയറിലെ വലിയ തിരിച്ചുവരവായി കണക്കാക്കപ്പെടുന്നു. ലണ്ടൻ പശ്ചാത്തലമാക്കിയ ത്രില്ലർ ചിത്രം വലിയ പ്രശംസ നേടി. തുടർന്ന് വിക്കി ക്രിസ്റ്റീന, ബാഴ്സലോണ, മിഡ്നൈറ്റ് ഇൻ പാരീസ്, ബ്ലൂ ജാസ്മിൻ തുടങ്ങിയ ചിത്രങ്ങൾ വീണ്ടും അദ്ദേഹത്തെ ലോക സിനിമയുടെ കേന്ദ്ര ചർച്ചകളിലേക്ക് കൊണ്ടുവന്നു. പ്രത്യേകിച്ച് മിഡ്നൈറ്റ് ഇൻ പാരീസ് അദ്ദേഹത്തിന്റെ ഏറ്റവും ജനപ്രിയ ചിത്രങ്ങളിൽ ഒന്നാണ്. ഭൂതകാലത്തെക്കുറിച്ചുള്ള മനുഷ്യന്റെ റൊമാന്റിക് കാഴ്ചപ്പാടുകളെ മനോഹരമായി അവതരിപ്പിച്ച ആ ചിത്രം മികച്ച തിരക്കഥയ്ക്കുള്ള ഓസ്കാർ നേടി. 50 വർഷത്തിലേറെ നീണ്ട കരിയറിൽ വുഡി അലൻ ഏകദേശം 50ലധികം സിനിമകൾ സംവിധാനം ചെയ്തു. ഹാസ്യം, പ്രണയം, തത്വചിന്ത, കുറ്റകൃത്യം, കുടുംബ ബന്ധങ്ങൾ, മനുഷ്യന്റെ ആന്തരിക സംഘർഷങ്ങൾ ഇവയെല്ലാം അദ്ദേഹത്തിന്റെ സിനിമകളിലെ സ്ഥിര സാന്നിധ്യമായിരുന്നു. അദ്ദേഹത്തിന്റെ സിനിമകളെ സ്നേഹിക്കുന്നവരും വിമർശിക്കുന്നവരും ഒരുപോലെ സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്. വുഡി അലൻ ഒരു സാധാരണ സംവിധായകനല്ല.
സിനിമയെ ഒരു വിനോദ മാധ്യമം മാത്രമല്ല, മനുഷ്യ മനസ്സിനെ അന്വേഷിക്കാനുള്ള ഒരു ഉപകരണമാക്കി മാറ്റിയ സംവിധായകരിൽ ഒരാളായിരുന്നു അദ്ദേഹം. അതുകൊണ്ടാണ് ഇന്നും അദ്ദേഹത്തിന്റെ പേരുയരുമ്പോൾ സിനിമാ പ്രേമികൾ ഒരു ചോദ്യം വീണ്ടും ചോദിക്കുന്നത്: വിവാദങ്ങൾക്കപ്പുറം കലാകാരന്റെ സൃഷ്ടികളെ വിലയിരുത്തിക്കൂടെ? ആ ചോദ്യത്തിന് ഇന്നും ലോകത്തിന് ഏകകണ്ഠമായ ഒരു ഉത്തരമില്ല. പക്ഷേ ഉഡിയലൻ എന്ന സംവിധായകൻ ഈ 90-ാം വയസ്സിലും പുതിയ സിനിമയുടെ ആശയങ്ങൾ മനസ്സിൽ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ മഹാനായ ചലച്ചിത്രകാരന് അഭിവാദ്യങ്ങൾ.